യോ ഗൈസ്, ഫൈനലി ജോർജ് കുട്ടി വരുൺ പ്രഭാകർ കേസിന്റെ 3-ാം അധ്യായം അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. 1:50 ടീസർ വന്നിരിക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വായിച്ചെടുക്കാൻ പറ്റിയിരുന്നു. പിന്നെ ട്രെയിലർ വരുമ്പോഴത്തേക്ക് കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ മനസ്സിലാവാം. പിന്നെ നല്ല ട്രെയിലർ കട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. കഴിഞ്ഞ 2 പടവും ഫസ്റ്റ് പാർട്ട് അത് വേറെ ലെവൽ എക്സെപ്ഷണൽ. സെക്കൻഡ് പാർട്ട് പക്ഷെ അത് ഒന്നും പറയാനില്ലടേ. അത് നമ്മളെ ഇരുത്തി അമ്മാതിരി ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്ത പടം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ടീസർ കാണാം. എനിക്കൊരു ക്ഷമയില്ല. യെസ്, സോ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021 It's like a case that is closed but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. അയാൾ നമ്മളെയാണ്. 2026 യെസ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ യാത്ര. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ്. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓ, ഇരുപത്തൊന്നാം തീയതി എടേ, ദൃശ്യം 2 ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സെയിം രീതിയിലുള്ള ടീസർ കട്ടിലാണ് പോയിരിക്കുന്നത്. പഴയ 2 സിനിമേൻ്റെ കുറച്ച് ഭാഗങ്ങളും വോയിസ് ഓവറും ആൻഡ് ഈ സിനിമയിലോട്ട് വരുന്ന ചെറിയൊരു ബിറ്റും ഇത് തന്നെയായിരുന്നു ദൃശ്യം 2 ടീസർ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഇതിപ്പോൾ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഇത് ഭയങ്കര ഇമോഷണൽ റൈഡായിട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും മിക്കവാറും. ഒരു എന്താ പറയുക, എനിക്കറിഞ്ഞൂടാ, ത്രില്ലർ എക്സ്പീരിയൻസ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തടത്തേക്ക് ഈ പടം പോയി അമ്മാതിരി കയറ്റാൻ കയറിയേക്കും. ചിലപ്പോൾ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവ് സൈഡ് ഞാനൊന്നും പറയുന്നില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്, നല്ലത് സംഭവിക്കട്ടെ. പുള്ളി ഒരു ഉദ്ദേശവും ഇല്ലാതെ ദൃശ്യം 3 കൈവയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ചോദ്യമായിരിക്കും, 2 വെച്ച് തന്നെ മതിയാക്കാമായിരുന്നു. ഇത് തന്നെയാണ് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അതിലിനി എന്താ കഥ, അതവിടെ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ രണ്ടാമത്തതിൻ്റെ ഒരു പോക്ക് നിങ്ങൾക്ക് അറിയായിരുന്നു. ഇനി 3-ാമത്തത് വരട്ടെ. ഐ ആം വെയിറ്റിംഗ്, ഐ ആം ഈഗർലി വെയിറ്റിംഗ്. അപ്പോൾ ഏത് രീതിയിലുള്ള സിനിമ ആയാലും എക്സ്പെക്റ്റേഷൻ കുറച്ചിട്ട് നിങ്ങൾ പോയി കാണുക. അത് ഓവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല രീതിയിലേക്ക് ഇരിക്കും. ഇനി അഥവാ നല്ല രീതിയിൽ എത്തിയില്ലെങ്കിൽ ഭയങ്കര നിരാശയായി പോകും. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. നല്ല ടീസർ, നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അവസാനത്തെ മ്യൂസിക് ആയാലും അടിപൊളി. യാ, സോ ദാറ്റ്സ് ഓൾ വിത്ത് ദൃശ്യം 3. അല്ല, അങ്ങനെയല്ല, ദൃശ്യം 3 ടീസർ. സിനിമ വരട്ടെ, സിനിമ വന്നിട്ട് നമുക്ക് ബാക്കി പറയാം.